യെസ്, ബ്രിഗേഡിയർ സനൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബ്രിഗേഡിയർ സനൽകുമാർ, ഈ ശക്തമായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തതെന്ന് ഇന്ത്യ ഒന്നടങ്കം പറയുമ്പോൾ പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിക്കുന്ന ആക്ട് ഓഫ് വാർ എന്നാണ്. 26ഓളം സിവിലിയൻ ഡെത്തുകൾ ഉണ്ടായി എന്ന് പറയുന്നു. എല്ലാ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ഈ ഇൻഡസ്ട്രീറ്റി അടക്കമുള്ളവയെല്ലാം പിൻവലിച്ചതോടെ അതെല്ലാം തീർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഒരു ബോർഡർ കോൺഫ്ലിക്റ്റിലേക്ക്, ഒരു അതിർത്തി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ഒരു സൂചനകളാണോ ഉള്ളത്? ഒരു ഡി എസ്കലേഷനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സാധ്യത ഈ നിമിഷത്തിൽ ബാക്കിയുണ്ടോ? നമസ്കാരം, താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഓൺ ദി ഷോ. ചെറിയ വ്യത്യാസങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഫസ്റ്റ്ലി ദർ ഈസ് വാർ ഈസ് നോട്ട് എൻ ഓപ്ഷൻ എനിമോർ. ഈ വാർ എന്നുള്ളത് ലെറ്റ്സ് ലുക്ക് അറ്റ് വാർ ആസ് എ പാർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റിന്റെ ഒരു ഘടകമാണ് യുദ്ധം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ പാകിസ്ഥാന്റെ ആർമി ചീഫ് പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂ ചെയ്യലേ ഉള്ളൂ. നമ്മൾ തമ്മിൽ അന്യോന്യം നല്ല അയൽക്കാരായി കഴിയാത്തിടത്തോളം കാലം ഈ കോൺഫ്ലിക്റ്റ് നമ്മുടെ തുടരും. ഈ കോൺഫ്ലിക്റ്റിന്റെ ഒരു ചെറിയ ഘട്ടം മാത്രമാണ് വാർ. കൈനറ്റിക് വെപ്പൺസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഘട്ടം മാത്രമാണ്. 75-77 വർഷങ്ങളായി നമ്മൾ പാകിസ്ഥാന് ഒരുപാട് ലീവേ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നമ്മൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് ഉടമ്പടികൾക്ക് അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മൾ എടുക്കാതിരുന്നിട്ടുണ്ട്. ഫോക്കസ് അവിടെ വെള്ളം ഇല്ലല്ലോ, അവിടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചില കാര്യങ്ങൾ ഇത് വിൽ ബി നൗ പാർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. വാറല്ല, അത് കോൺഫ്ലിക്റ്റ് ആണ്. ആ കോൺഫ്ലിക്റ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എൻ്റെ പക്ഷം. അത് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് തുടരാൻ പറ്റില്ലല്ലോ, അൺഎൻഡിങ് ആയിട്ട് തുടരാൻ പറ്റില്ല. ഈ അൺഎൻഡിങ് ആയിട്ട് എന്തുകൊണ്ട് തുടരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഈ അവസ്ഥ കണ്ടിന്യൂ തുടരണം എന്നില്ല. പക്ഷെ അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരെ കൺട്രോൾ ചെയ്യുന്ന ആ മിലിറ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എലീറ്റ് ഒരു സൂചി കുത്താനിടം, ദുശാസനൻ പറഞ്ഞ പോലെ സൂചി കുത്താനിടം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ കുരുക്ഷേത്രം സംഭവിക്കണം. ആ കുരുക്ഷേത്രം സംഭവിക്കുന്നതിന് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയാണെങ്കിലും അതൊരു ചെറിയ ഘടകം മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി ഇനിയും ചെയ്യാൻ ഒത്തിരി കിടപ്പുണ്ട്. എല്ലാവരും നോട്ടീസ് ചെയ്തു. സോറി ബ്രിഗേഡിയർ സനൽകുമാർ, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ആർമിക്ക് ഈ തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ എന്താണോ സൈന്യത്തിന് നൽകിയിരുന്ന അവകാശം, അതുപോലെ പാകിസ്ഥാനും തീരുമാനമെടുക്കാൻ സമയവും നേരവും നോക്കി തീരുമാനമെടുക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ബ്രീഫിംഗ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഫേസ് സേവർ ഇപ്പോൾ അത്യാവശ്യമായി എന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അതിനപ്പുറം ഒരു വാർ എൻഡോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടോ? എന്തായിരിക്കും അവരുടെ ഒരു റിട്ടാലിയേഷൻ? രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കണം പാകിസ്ഥാന്റെ കേസിൽ. ഒന്ന്, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഡിസിഷൻ അല്ല പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒപ്പിടാനുള്ള ഒരാൾ മാത്രമാണ്. ആർമി ചീഫ് പറയുന്നതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ആർമി ചീഫിന്റെ എന്താണ് ഡിസിഷൻ എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫേസ് സേവിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് പാകിസ്ഥാൻ ആർമിക്ക് തുടർച്ചയായി 1 അല്ല 2 അല്ല 3 അല്ല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് വന്നത് ഇന്നലത്തെ സ്ട്രൈക്കാണ്. അതിനു മുമ്പേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ട്രെയിൻ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയിട്ട് റാഞ്ചിയിരുന്നു. പാകിസ്ഥാൻ ആർമിയുടെ ബലം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പലയിടത്തും അവർക്കത് നഷ്ടപ്പെടുകയാണ്. അവരെ എളിഭ്യരാക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മിലിറ്റൻസ്. ഈ പഹൽഗാമിലെ സ്ട്രൈക്ക് കഴിഞ്ഞ ഇത്രയും ടെൻഷൻ നിൽക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ ആർമിയുടെ 7 ജവാന്മാരെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ TTP-ക്കാര് ആക്രമിച്ച് അവരുടെ ഒരു മിലിറ്ററി പോസ്റ്റ് ആക്രമിച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പാകിസ്ഥാൻ മിലിറ്ററിയുടെ
ഒരു സ്റ്റാൻഡിങ് അവരുടെ സൊസൈറ്റിയിൽ, അവരുടെ സമൂഹത്തിലുണ്ട്, അവർക്ക് ഒരു എലീറ്റ് സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് കുറഞ്ഞു വരികയാണ്. അതിന് പ്രതികരണമാണ്, അതിനെതിരെയുള്ള പ്രതികരണമാണ് പഹൽഗാം മുതലുള്ളതെല്ലാം. അതുകൊണ്ട് ഫേസ് സേവിങ് തീർച്ചയായിട്ടും ഉണ്ട്, അതുണ്ടാവും. അവരെന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അതിനും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ ആം ഫോഴ്സസും ചുമ്മാതിരിക്കില്ലല്ലോ. നമ്മളും പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് തന്നെയാണ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ശ്രീ ബ്രിഗേഡിയർ സനൽകുമാർ, ഇതിനകത്ത് പാകിസ്ഥാൻ അല്പസമയത്തിനുള്ളിൽ പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്. ഇനി ഒരു സൈനിക ആക്രമണം നടത്തുമ്പോൾ ഇത് ഇന്ത്യ പറയുന്നത് പോലെയല്ല, സിവിലിയൻ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ തരത്തിലുള്ള ഒരു ചിത്രം പുറത്തേക്ക് കൊണ്ടുവരിക, സാധാരണക്കാരെ ആണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന് പറയുക, അതെ, അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു സൈനിക നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കാൻ ശ്രമിക്കുക, ചൈന അടക്കം എടുത്തിരിക്കുന്ന നിലപാട് ഒരുപക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, ശരിയാണ്. ടെററിസ്റ്റ് എന്ന് പറയുന്നത് സിവിലിയൻ ആണ്, അയാൾ മിലിറ്ററിക്കാരനല്ല. ടെററിസ്റ്റ് ഈസ് എ സിവിലിയൻ. ആൻഡ് അയാൾ അവിടെ മുറീദ് കെയിലെ അയാളുടെ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ് അയാളൊരു വെറും സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഇയാളാണ് വിഷമായിട്ട് ഇവിടെ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതുവരെയും വലിയ കണ്ടംനേഷൻ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇത് അറിയാം. ഒരു 6 മാസം മുമ്പേ ആണ് പാകിസ്ഥാൻ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ സോണിൽ നിന്ന് മാറിയത്. ആ ഗ്രേ എന്ന് പറയുന്നത് ഇവര് ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ തലയൂരാൻ പറ്റിയത് ഒരു 5-6 മാസം മുമ്പാണ്. ഇപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അത് മുഴുവൻ അങ്ങ് വിഴുങ്ങണമെന്നില്ല. അവരും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തർ പ്രതികരിക്കുമ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് കണക്കാക്കിയാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത്. ചൈന പ്രതികരിക്കുന്ന ഒരു വഴിയായിരിക്കും. അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് പാകിസ്ഥാനിലെന്നും അവർക്ക് എന്താണ് വിസവി ഇന്ത്യ ഇൻട്രസ്റ്റ് എന്നും അനുസരിച്ചാണ്. അതിനെ നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ട കാര്യമില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ പാകിസ്ഥാനിൽ എന്ത് ചെയ്താലും അവിടെ സിവിലിയൻസ് അല്ലേ ഉള്ളൂ, മിലിറ്ററിക്കാരുമായിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നമ്മൾ ഈ ബ്രീഫിംഗ്, ഇന്നത്തെ രാവിലത്തെ ബ്രീഫിംഗ് എല്ലാവരും കണ്ടിരിക്കുമല്ലോ. ആ കണ്ടതിൽ നമുക്ക് നോക്കേണ്ട 2-3 പ്രത്യേക കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അവരതിന്റെ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ അടുത്ത് പോലും പോയിട്ടുള്ള ഒരൊറ്റ ബിൽഡിംഗിൽ അത് ആ കറക്ഷൻ, അതിന്റെ കർസർ കറക്ഷൻ വരെ കാണിക്കുന്നുണ്ട്. അതല്ല ഈ റൈറ്റില് അതിലാണ് വീഴേണ്ടതെന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ കാണിക്കുന്നത് വളരെ ഡെലിബറേറ്റ് ആണെന്നാണ് എന്റെ പക്ഷം. അതായത് വേറെ കൊളാറ്ററൽ ഡാമേജ് ഉദ്ദേശിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വേറെ അവിടെ സിവിൽ മിലിറ്ററിക്കാരില്ല. മുറീദ് കെയിലെ അവരുടെ ആ എലീറ്റ് ട്രെയിനിങ് ബേസിൽ മിലിറ്ററിക്കാരില്ല. തീർച്ചയായും ഭീകരതയ്ക്കെതിരായ പോരാട്ടം അത്രമാത്രം കാൽക്കുലേറ്റഡ് ആയിരുന്നു. ബ്രിഗേഡിയർ, ഇവിടെ ഇപ്പോ ഇന്ത്യ 25 മിനിറ്റാണ് ഈ ഓപ്പറേഷന് എടുത്തിട്ടുള്ള സമയം. 21 ഹിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു. അതിർത്തി കടക്കാതെ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നു. അപ്പോഴും പാക് കേന്ദ്രങ്ങളിൽ വരെ ഹിറ്റ് ചെയ്യാൻ ഇന്ത്യയെ സംബന്ധിച്ചാവുന്നു. അപ്പോൾ എത്രമാത്രം കാൽക്കുലേറ്റഡ് ആയിട്ട് ഈ 15 ദിവസം എന്ന സമയമെടുത്ത് ഇന്ത്യ നടത്തിയ ആ തിരിച്ചടി, ആ ഓപ്പറേഷനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എത്രമാത്രം കാൽക്കുലേറ്റഡ്? ഒരു സിവിലിയൻ പോലും ഇല്ല എന്ന് ഉറപ്പാക്കുന്നു. അതിന് തെരഞ്ഞെടുക്കുന്ന സമയം രാത്രിയാണ്. അത് സിവിലിയൻസിനെ കൂടുതൽ ഹിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കൃത്യമായ സമയം തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ആ കാൽക്കുലേഷൻസിനെ, സൈന്യത്തിന്റെ കാൽക്കുലേഷൻസിനെ കാണുന്നത്? മിലിറ്ററിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരാഴ്ചയാകുന്നു. ആ ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന് അനൗൺസ് ചെയ്തത് ഒരു സിഗ്നലാണ്. അതായത് ഇനി നമുക്ക് എന്താണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് കണക്കാക്കാം. ഇമ്മീഡിയറ്റ്ലി ആയിട്ട് തിരിച്ചടക്കുക എന്നല്ല, ആ ഓപ്ഷൻസ് മുഴുവൻ ഇവാലുവേറ്റ് ചെയ്തു. എന്താണത് ചെയ്യേണ്ടത്, ഫോഴ്സ് സ്ട്രക്ചർ എന്താണ് ചെയ്യേണ്ടത്, ഇത് നമുക്കൊരു സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്യുന്നത് അതിന്റെ ഇഫക്റ്റ് എന്താണ്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു മിലിറ്ററി സ്ട്രൈക്ക് ഇപ്പൊ എന്ത് ചെയ്ത ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തതിൽ നിന്ന് നമ്മൾ എന്ത് ഇഫക്റ്റ് ആണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ടെററിസ്റ്റിനെയും ഈ 9 സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് എല്ലാ ടെററിസ്റ്റും ഇല്ലാതാകുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് ലോകത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സിവിലിയൻ, സോ കോൾഡ് സിവിലിയൻ പൊളിറ്റിക്കൽ മാസ്, അതിന് എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാൻ നോക്കുക. അതാണ് ഈ പ്ലാനിങ് മുഴുവൻ നടന്നത്. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് പ്ലാനിങ് ഇനിയുള്ള കാര്യങ്ങളും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ഇന്ത്യൻ മിലിറ്ററി അങ്ങനെ വേസ്റ്റ് ആയിട്ടില്ല, വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് പലരും ചെയ്യുന്നത്. അത് കാരണം ഇപ്പോൾ ഈ ചെയ്തതിന്റെ
പിന്നാടിയായിട്ട് ഇനി വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ഡീറ്റെയിൽ പ്ലാനിങ് ഓൾറെഡി നടന്നിട്ടുണ്ടാവും, പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ആർമി ഓൾറെഡി ഡിപ്ലോയ്ഡ് ആയിട്ട് എല്ലായിടത്തും ഇതിന്റെ ബിൽഡപ്പ് നടന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അതിനാണ് ഈ ഒരാഴ്ച 10 ദിവസം എടുത്തത്. അത് എന്ത് വരുവാണെങ്കിലും തീർച്ചയായിട്ടും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. തീർച്ചയായും ബ്രിഗേഡിയർ സനൽകുമാർ ആണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹമാണ് ഈ അദ്ദേഹത്തിലേക്കും തിരികെ എത്താം. ഒപ്പം ശ്രീ